ഹലോ ഫ്രണ്ട്സ്, ഇത് മലരിക്കലൊന്നുമല്ല, ഇതെൻ്റെ നാടാണ് ഓച്ചിറയിലെ ക്ഷേത്രമാണിത്. അപ്പോൾ എൻ്റെ തിരുപ്പതി വ്ളോഗ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഒരു കുഞ്ഞു വ്ളോഗ്, എൻ്റെ നാടിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇടുകയാണ്. നാട്ടിൽ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പോയിന്ന് വെച്ച് കുറേ ദിവസമൊന്നും അല്ല കേട്ടോ, 2 മണിക്കൂറത്തേക്ക്. ഞാൻ രാവിലെ ചെന്നു, 2 മണിക്കൂർ അവിടെ ഓടി നടന്നൊന്ന് കണ്ടിട്ട് ഉച്ചയായപ്പോൾ തിരിച്ചു പോരുന്നു. ഇതിനു മുമ്പ് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ നാട്ടിലെ ഒരു ഉത്സവത്തിനെ പറ്റി. അതേപോലെ ഞങ്ങളുടെ നാടിൻ്റെ മറ്റൊരു ഉത്സവമാണ് 12 വിളക്ക്. വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ 12 ദിവസമാണ് ഈ ഉത്സവം. അപ്പോൾ നിങ്ങൾ ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ നാട്ടിലേക്ക്. ഇപ്പോൾ ഉത്സവം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറേ അധികം കാഴ്ചകളുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. പന്ത്രണ്ട് ദിവസവും അമ്പലത്തിൽ കുടിലുണ്ടാവും. അപ്പോൾ എൻ്റെ അമ്മയും ഒരു കുടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 12 ദിവസവും അവർ ഇവിടെയാണ് താമസിക്കുക. അതുപോലെ റിലേറ്റീവിൻ്റെ കുടിലും ഉണ്ട് കേട്ടോ. അപ്പോൾ 12 ദിവസത്തേക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ കുടിലിൽ താമസിക്കുക എന്നതാണ് ഇവിടുത്തെ ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പണ്ടൊക്കെ ഇവിടെ ഓലപ്പുരയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒരു തീപിടുത്തം ഉണ്ടായി. അന്ന് ഗ്യാസൊന്നും അല്ലായിരുന്നു, സാധാ അടുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അതിന് ശേഷമാണ് ഈ ഓലപ്പുരയൊക്കെ മാറ്റി ഷീറ്റ് അടിക്കാൻ തുടങ്ങിയത്. പക്ഷെ നല്ല ചൂടാട്ടോ അവിടെ. ഷീറ്റായതുകൊണ്ട് ഭയങ്കര ചൂടുമാണ്. കുടിലിൽ നമ്മുടെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ആരായാലും ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ വരും. ഇപ്പോൾ വന്നാലും ഒരാളെയും വെറും കൈയോടെ മടക്കി അയക്കരുതെന്നാണ് ആചാരം. അപ്പോൾ എല്ലാവരും വയറ് നിറച്ച് മനസ്സ് നിറച്ച് വിടണമെന്നാണ്. ഒരു ദിവസം എത്ര പേര് വന്നാലും അവർക്കൊക്കെയുള്ള ഫുഡ് നമ്മൾ ആ കുടിലിൽ ഉണ്ടായിരിക്കണം എന്നും കൂടിയാണ്. അപ്പോൾ അമ്മയുടെ കൂടെ പരിചയമുള്ളവരുടെ കുടിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇത് 36 ഏക്കറുണ്ട് കേട്ടോ അമ്പലം. അപ്പോൾ ആ 36 ഏക്കറും ഒന്ന് ഓടി നടന്ന് കണ്ടിട്ട് വേണം പെട്ടെന്ന് 2 മണിക്കൂറിനുള്ളിൽ എല്ലാം കണ്ട് തീർത്തിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ടതാണ്.
ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ്. പക്ഷേ ഈ വെയിലൊക്കെ ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഫുള്ള് ആളായിരിക്കും. എനിക്കാണെങ്കിൽ നൊസ്റ്റാൾജിയുടെ അസുഖം ഒത്തിരി കൂടുതലുള്ള ആളാട്ടോ. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് 2 മണിക്കൂറത്തേക്ക് എൻ്റെ നാട്ടിലേക്ക് ഓടി വന്നത്. അപ്പം പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇതിലേക്കൂടെ നടക്കുമ്പോഴൊക്കെ എന്താ പറയുക, ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഓടി പോകട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞു. എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഇനി എനിക്ക് നമ്മുടെ ആനവണ്ടിയിൽ കയറി വേണം ട്രിവാൻഡ്രത്തേക്ക് പോകാൻ. അപ്പോൾ ഞാൻ അമ്പലത്തിനെ കുറിച്ച് അധികമൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, വ്ളോഗിലും ഇല്ല. അത് മറ്റൊരു വ്ളോഗിൽ പറയാം. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. മാത്രമല്ല, എൻ്റെ നാട്ടിൽ ഒരുപാട് പേര് പുറത്തൊക്കെ ഉണ്ട്, വെളി രാജ്യത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി നല്ലൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബായ്, താങ്ക് യു.